ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ. ഇന്നത്തെ ബർത്ത്ഡേ ആണ്. ക്രിസ്തു പറഞ്ഞൊരു തിരുവചനമാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്നായ പിതാവ് തീറ്റിപ്പറ്റുന്നു. ഈ തിരുവചനത്തെ പലരും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? യേശു ഇത്തരത്തിലുള്ള തിരുവചനം പറഞ്ഞത് പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് സമർപ്പിച്ച് ജീവിക്കുന്ന സമർപ്പിത ജീവിതത്തെ പറ്റിയാണ്. അതായത് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ വിവാഹം കഴിക്കാതെ പൂർണ്ണമായും ക്രിസ്തുവിനെ സമർപ്പിച്ച് ജീവിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബജീവിതം നയിച്ചുകൊണ്ടും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ജീവിക്കുന്നവരുമുണ്ട്. കുടുംബജീവിതം നയിച്ചുകൊണ്ട് പൂർണ്ണമായും അതിൽ നിന്ന് മാറി ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കാതെ തന്നെ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്. എന്നാൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ലഭിക്കും. നിങ്ങൾ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞ ഒരു സത്യം ദൈവവചനത്തിന് എവിടെയും കടന്നു ചെല്ലുവാനും മാംസത്തിലും അസ്ഥിയിലും തുളച്ചു കയറി എല്ലാം കാര്യം ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ജീവിക്കുന്ന നിത്യവചനമാണ്. ജീവിക്കുന്ന ദൈവമാണ് ക്രിസ്തു. ദൈവം വചനം തന്നെയാണ്. അപ്പോൾ ഈ വചനത്തിന് ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിയും. അത് പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ച സമർപ്പിതരിലൂടെയാണ് കൂടുതൽ ലഭിക്കുന്നത്, അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ അല്ലാത്തവർ, അതായത് കുടുംബം നയിക്കുന്നവർ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രതയും കരുതണം. അതിനുശേഷം ബാക്കി മാക്സിമം സമയങ്ങൾ ക്രിസ്തു ഇത്ര ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ ജീവിതത്തെ, കർമ്മത്തെ ക്രിസ്തുവാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവാക്കി മാറ്റുമ്പോൾ അവിടെ ഒരു വചനപ്രഘോഷണം പോലും വേണ്ടി വരില്ല. അവരുടെ ജീവിതത്തിലൂടെ ക്രിസ്തു അവിടെ ആയിത്തീരുകയാണ്. ക്രിസ്തുവിനെ കണ്ട് പഠിക്കുകയാണ്. അവർ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്തരത്തിലാണ് ക്രിസ്തു ഇത്തരത്തിലുള്ള വചനത്തെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കാതിരിക്കുവാൻ പരിശ്രമിക്കുക. അതായത് പലപ്പോഴും പരാജയത്തിലേക്ക് പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം എല്ലാം കൊണ്ട് തരുമല്ലോ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയാലും ബൈബിൾ വായിച്ചാൽ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്ന കർമ്മങ്ങൾ ക്രിസ്തുവിലൂടെ അധ്വാനിക്കാനും ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യുവാനുള്ള അനുഗ്രഹമുണ്ടെങ്കിൽ അവിടെ ക്രിസ്തു ജനിച്ചു കഴിഞ്ഞു. ആയതിനാൽ കർമ്മത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മത്തെ ദൈവസമ്പാദ്യത്തിന് ഒരു വഴിയായി തീരട്ടെ എന്നും വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, മാത്രമല്ല ഇത്തരത്തിൽ വളരുവാൻ, തിരിച്ചറിവിലൂടെ വളരുവാൻ ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.